PPC അഥവാ പേപ്പർ ക്ലിക്ക് ആഡിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. PPC എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഈ ഒരു PPC മോഡൽ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസേഴ്സ്, അതായത് പരസ്യം ചെയ്യുന്നവർ അവരുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മുകളിൽ ടാർഗറ്റ് ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാനൊരു പരസ്യം കാണിച്ചു, ആ പരസ്യം ഒരു 100 പേര് കണ്ടോന്നുണ്ടെങ്കിൽ ആ 100 പേര് കണ്ടതിൻ്റെ മുകളിൽ എനിക്ക് ബില്ല് വരില്ല. പക്ഷേ ഈ 100 പേരിൽ എത്ര പേരാണോ ആ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്തതിൻ്റെ മുകളിലാണ് എനിക്ക് ബില്ല് വരിക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു മോഡലിനെയാണ് പേപ്പർ ക്ലിക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള PPC ആഡ്സ്, പേപ്പർ ക്ലിക്ക് ആഡ്സ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ക്ലിക്സാണ് ആ ഒരു ആഡ് ജനറേറ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റ് ഈ ഒരു ക്ലിക്കിൻ്റെ മുകളിൽ എക്സോസ്റ്റ് ആവുന്നത് വരെയാണ് അത് വർക്കാവുക. അതായത് ഞാനിപ്പോൾ ഒരു 2000 രൂപയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലിക്കിന് 10 രൂപയാണെന്നുണ്ടെങ്കിൽ 200 പേര് ആ ഒരു 10 ക്ലിക്ക് ചെയ്യുന്നത് വരെ ആ ആഡ് റണ്ണായിക്കൊണ്ടിരിക്കും. നമ്മുടെ റണ്ണാവേണ്ട സമയവും അതിനകത്തൊരു ഘടകമാണ്. നമ്മൾ ആ ഒരു ബഡ്ജറ്റ് എക്സോസ്റ്റ് ആവുന്നത് വരെ എന്നാണ് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റ് തീരുന്നത് വരെ ആ ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അതല്ല, ഞാനിപ്പോൾ ഈ ഒരൊറ്റ ദിവസം 200 രൂപയ്ക്ക് അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഒറ്റ ദിവസം 2000 രൂപ എനിക്ക് 2000 രൂപയ്ക്കുള്ള ക്ലിക്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവും. ബേസിക്കലി ഈ ഒരു രീതിയിലാണ് പേപ്പർ ക്ലിക്ക് ആഡ്സ് വർക്കാവുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സിൽ മാത്രമല്ല, വെബ്സൈറ്റുകളിൽ പേപ്പർ ക്ലിക്ക് ആഡ്സ് വരാറുണ്ട്. അതുപോലെ നമ്മുടെ സെർച്ച് എൻജിൻസ്, ഗൂഗിളൊക്കെ പോലെയുള്ള സെർച്ച് എൻജിൻസ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണപ്പെടുന്ന ആഡ്സും പേപ്പർ ക്ലിക്ക് മോഡലിലാണ് വർക്കാവുന്നത്. ഈ PPC ആഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വേർഡ്സ് നമുക്ക് ഇനി അടുത്തതായിട്ട് പരിചയപ്പെടാം. അതിലാദ്യത്തേതാണ് ആഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഗൂഗിളിൽ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു കീവേഡിന് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ആഡ്സ് ആണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഈ ഒരു, ഇപ്പോൾ ഗൂഗിൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗൂഗിൾ നോക്കുകയാണ് എത്ര അവൈലബിൾ ആഡ്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ എത്ര എമൗണ്ടിനാണ് ബിഡ് ചെയ്തേക്കണത് എന്നുള്ളത് നോക്കും. അതായത് സപ്പോസ് 3 അഡ്വർടൈസേഴ്സ് ഉണ്ട്, അവർ 3 പേരും ഒരു ക്ലിക്കിന് തരാൻ വില്ലിംഗ് ആയിട്ടുള്ള എമൗണ്ടുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ ആൾ 4 രൂപയും രണ്ടാമത്തെ ആൾ 9 രൂപയും മൂന്നാമത്തെ ആൾ 3 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഈ ഒരു ലേലം വിളിച്ചതിൽ ആരാണോ ഏറ്റവും വലിയ തുക ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്, ഒരു ക്ലിക്കിന് സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കായിരിക്കും ആ ഒരു സ്പേസ് പോവുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ആഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു വേർഡാണ് കീവേഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. കീവേഡ് ടാർഗറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാനൊരു ആഡ് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഏത് തരത്തിലുള്ള കീവേഡ്സിനാണ് എൻ്റെ ആഡ് ഡിസ്പ്ലേ ആവണം എന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കീവേഡ് ടാർഗറ്റിംഗ് എന്ന് പറയാം. അതായത് ഏതൊക്കെ കീവേഡ്സ് ആണോ നമുക്ക് ഒരു യൂസർ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആഡ്സ് അവർക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കീവേഡ് ടാർഗറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉറപ്പാണ് നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് നമ്മുടെ ആഡ്സ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ കൂടുതൽ ക്ലിക്സ് കിട്ടാനുള്ള ചാൻസസും അത് സെയിലായിട്ട് കൺവേർട്ട് ആവാനുള്ള ചാൻസസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഓഡിയൻസിലേക്ക് നമ്മുടെ ആഡ്സ് എത്തുമ്പോഴാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളൊരു കാര്യമാണ് ആഡ് റാങ്ക് എന്ന് പറയുന്നത്. ആഡ് റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്ഷൻ എന്ന് പറയുന്ന സംഗതിയിൽ നമ്മളൊരു എമൗണ്ട് ബിഡ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിഡ് എമൗണ്ട് ഏറ്റവും വലിയ തുക ആരാണോ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ആഡ് റാങ്കിങ്ങിൽ മുൻഗണന എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റില്ല. അതായത് ഞാനൊരു 500 രൂപ ഒരു ക്ലിക്കിന് സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡിയാണ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ആഡ് തന്നെ ആയിരിക്കണം എല്ലാ ടൈംസും മുമ്പിൽ വരിക എന്നെനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ബിഡ് എമൗണ്ട് മാത്രമല്ല, ആഡിൻ്റെ ക്വാളിറ്റി. അതായത് ഒരു ഓഡിയൻസിന് നിങ്ങളുടെ ആഡ് എത്രമാത്രം റിലവൻ്റ് ആണ് എന്നുള്ളതിൻ്റെ മുകളിലും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് CTC അഥവാ ക്ലിക്ക് ത്രൂ റേറ്റ്, ആളുകൾ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസസ് ഇത്രയാണ് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും നമ്മുടെ ഒരു ലാൻഡിംഗ് പേജിൻ്റെ എക്സ്പീരിയൻസ്, ആളുകൾ എത്രത്തോണ്ട് അതിനോട് എങ്ങനെയാണ്, ഏത് രീതിയിൽ പോസിറ്റീവായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒക്കെ ഡിപ്പെൻസ് ആണ് നമ്മുടെ ആഡ് റാങ്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഡിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ബിഡ് എമൗണ്ട്
കൂടാതെ ആഡ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ മറ്റ് ഫോമാറ്റ്സ്, അതായത് നിങ്ങളിപ്പോൾ ഒരു സൈറ്റിലേക്ക് ലിങ്ക് കൊടുക്കുകയാണ്, ഒരു ആഡിൻ്റെ ലിങ്കായിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൾ ബട്ടൺ കൊടുക്കുകയാണ്, ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ആഡ് ഫോമാറ്റ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോമാറ്റ്സിൻ്റെ മുകളിലും നിങ്ങളുടെ ആഡിൻ്റെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ബിഡ് എമൗണ്ട്, ആഡ് ക്വാളിറ്റി, അതുപോലെ തന്നെ ആഡ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ആഡിൻ്റെ ഫോമാറ്റ്സ്, ഇത് മൂന്നും നിങ്ങളുടെ ആഡ് റാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു വേർഡാണ് ആഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ആഡ് ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ആഡ്സ് വേരിയസ് പ്ലാറ്റ്ഫോംസിൽ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആഡ് ഡിസ്പ്ലേ എന്ന് പറയാം. മേ ബി അത് ഒരു ഇമേജ് ആയിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമായിട്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ഫോമാറ്റിലായിരിക്കാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് ആഡ് ആയിരിക്കാം. ഇതിനെ നമ്മൾ ആഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. PPC ആഡ്സിലെ കോസ്റ്റിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇതിൽ കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്ന, അതായത് CPC എന്ന് പറയുന്നതാണ് ആദ്യത്തെ മെയിനായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ ക്ലിക്കിനും എത്ര എമൗണ്ട് ആണോ നിങ്ങൾ പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ CPC എന്ന് പറയുന്നത്. PPCയിൽ തന്നെ നമുക്ക് ഇൻകർ ചെയ്യുന്ന മറ്റൊരു കോസ്റ്റാണ് കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ 1000 പേരിലേക്കും നിങ്ങളുടെ ആഡ്സ് എത്തുന്നതിന് ഇൻകർ ആവുന്ന ഒരു കോസ്റ്റാണിത്. അതായത് ഈ 1000 പേരിൽ ഒരാൾ പോലും ക്ലിക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും 1000-നപ്പുറത്തേക്ക് നിങ്ങളുടെ ആഡ്സ് ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നുണ്ട് ഡിസ്പ്ലേ അഡ്വർടൈസിങ്ങിൽ എന്നുണ്ടെങ്കിൽ എന്താവും, നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ഇൻകർ ആവും. ഇതിനെയാണ് CPM എന്ന് പറയുന്നത്, കോസ്റ്റ് പെർ 1000 ഇംപ്രഷൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് CPA അഥവാ കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് പെർ എക്വിസിഷൻ എന്നുള്ളതിനെയും CPA എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആഡ് കാണിച്ചു, അത് ഒരു സെയിലായിട്ട് കൺവേർട്ടായി അല്ലെങ്കിൽ ഒരു ലീഡായിട്ട് കൺവേർട്ടായി. മേ ബി ഞാനൊരു സർവീസിൻ്റെ ആഡാണ് റൺ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമെയിൽ വെച്ചിട്ട് സൈനപ്പ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഓപ്ഷനാണെന്നുണ്ടെങ്കിൽ ആ സൈനപ്പ് ചെയ്തതിന് അല്ലെങ്കിൽ ആ ഒരു ലീഡ് ജനറേറ്റ് ആയതിനെല്ലാം എനിക്ക് വരുന്ന ചാർജസ് ആണ് ഈ ഒരു കോസ്റ്റ് പെർ എക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഒരു കൺവേർഷൻ കിട്ടിയതിൻ്റെയാണ് ഞാൻ പേ ചെയ്യുന്നത്. നമ്മുടെ ആഡ് കണ്ട ഒരു യൂസർ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ക്യാമ്പയിൻ്റെ ഗോളിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചാർജ് വരുന്നതാണ് ഈ ഒരു കോസ്റ്റ് പെർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മുടെ ബിഡ് എമൗണ്ട് ₹20 പെർ ക്ലിക്കാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നല്ല ആഡ് ക്വാളിറ്റി ഉള്ളതിനാൽ തന്നെ ക്വാളിറ്റി സ്കോർ ഹൈ ആണെന്ന് വിചാരിക്കുക, കോമ്പറ്റീഷൻ മോഡറേറ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ₹20 ബിഡ് എമൗണ്ട് ചെയ്തു, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്കോർ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേ ബി ഒരു ₹15 ആയിരിക്കും ഫൈനലി പേ ആവുന്നത്. കാരണം നിങ്ങൾ റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഉപയോഗിച്ചിട്ടും അത് മാത്രമല്ല നിങ്ങളുടെ ആഡ് ക്വാളിറ്റി നല്ലതായതുകൊണ്ടും കോമ്പറ്റീറ്റേഴ്സ് വലിയ തുകയ്ക്ക് ബിഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആഡ്സിന് ഇത്ര കോസ്റ്റേ വരുള്ളൂ, മാത്രമല്ല നമുക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനും പറ്റും. ഇനി നമുക്ക് PPC ആഡ്സിൻ്റെ കുറച്ച് കമ്പണൻസ് നോക്കാം. അതിലാദ്യത്തതാണ് ആഡ് കോപ്പി എന്ന് പറയുന്നത്. ഒരു ആഡ് കോപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അതൊരു ടെക്സ്റ്റ് ആഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടൻഷ്യൽ ബയറിന്, ആരാണോ നമ്മുടെ കസ്റ്റമർ ആവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് മുകളിലൊരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സർവീസസ് എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആഡിൻ്റെ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആഡ് കോപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ഈച്ച് വീക്ക് വിത്ത് സംതിങ് ടേസ്റ്റി ടു ലുക്ക് ഫോർവേഡ് ടു ഗെറ്റ് എവറിത്തിങ് യു നീഡ് ടു കുക്ക് ഫാൻറ്റാസ്റ്റിക് ഡിന്നേഴ്സ് അറ്റ് ഹോം എന്നാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആഡിൻ്റെ ബോഡി കോപ്പി എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സൊല്യൂഷൻ, ഒരു കോൾ ടു ആക്ഷൻ ആണത്. ബേസിക്കലി ആളുകളുടെ അറ്റൻഷന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഒരു ഡിസയർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ചെയ്യാനായിട്ട് കോൾ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടൻറ്റാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു കാണുന്ന ആളുകൾക്കൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈൻ ഫ്രീ ഡിന്നർ ഫോർ 2 വിത്ത് യുവർ ഫസ്റ്റ് ഡെലിവറി എന്നാണ് അത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം വായിക്കുന്നവർക്ക് നല്ലൊരു ഓഫറാണ്. ഒരു പെട്ടെന്ന് നമുക്ക് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകളെ നമ്മുടെ ആഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൂക്കാണത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വാല്യൂ നമ്മൾ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ്സ് കുറച്ച് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാവുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന ഒരു കണ്ടൻറ്റാണ് ആഡ് കോപ്പി എന്ന് പറയുന്നത്. അടുത്തതാണ് കീവേഡ്സ്. നമ്മൾ പലവട്ടം മുമ്പ് പറഞ്ഞു, പക്ഷേ എങ്കിൽ പോലും കീവേഡ്സ് തന്നെ നമുക്ക് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ബ്രോഡ് മാച്ചിലുള്ളത്, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് റിലേറ്റഡ് ആയിട്ട് എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ആഡ് പബ്ലിഷ് ആവണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രോഡ് മാച്ചിലുള്ള രീതിയിൽ
കീവേഡ്സ് സെലക്ട് ചെയ്യാം. അടുത്താണ് ഫ്രേസ് മാച്ച് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കീവേഡിൻ്റെ മീനിങ്ങുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന എന്ത് കാര്യങ്ങളും യൂസേഴ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് ഡിസ്പ്ലേ ആവുന്ന രീതിയാണ് നമ്മൾ ഫ്രേസ് മാച്ച് ചെയ്തിട്ടുള്ള ആഡ്സ് എന്ന് പറയുന്നത്. അടുത്താണ് എക്സാക്ട് മാച്ച് എന്ന് പറയുന്നത്. അതായത് ആളുകൾ എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അതേ കീവേഡിന് മാത്രമായിരിക്കണം നിങ്ങളുടെ ആഡ്സ് വരേണ്ടതെന്നാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സാക്ട് മാച്ച് രീതിയിൽ ആഡ്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഇമേജിൽ താഴെ കാണുന്നത് പോലെ തന്നെ ബ്രോഡ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ലൂസ് മാച്ചിങ് ആയിരിക്കും. അതായത് കീവേഡ്സുമായിട്ട് വളരെ ലൂസായിട്ടുള്ള ഭയങ്കര സിമിലാരിറ്റീസിൽ വ്യത്യാസം വരുന്ന രീതിയിലാണ് നമ്മൾ ആഡ്സിനെ സെറ്റ് ചെയ്യുന്നത്. ഫ്രേസ് മാച്ച് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോഡറേറ്റ് മാച്ചിങ് പോസിബിലിറ്റീസ് ആണുള്ളത്. ഇനി എക്സാക്ട് മാച്ചാണ് നമ്മൾ കീവേഡ്സുമായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൈറ്റ് മാച്ചിങ് ആണ്. അതായത് ആഡ്സിൻ്റെ ഏറ്റവും ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ ചാൻസ് കൂടുതൽ എക്സാക്ട് മാച്ചിലാണ്. പക്ഷേ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലായിരിക്കും, ബിഡിങ് എമൗണ്ട് കൂടുതലായിരിക്കും. പിന്നെ നിങ്ങളുടെ ആഡ്സിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ എത്ര റിലവൻ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തണം എന്നുള്ളതിന് ഡിപ്പെൻസ് ആണ് നിങ്ങളിത് സെലക്ട് ചെയ്യുന്നത്. അടുത്തതാണ് ആഡ് ടാർഗറ്റിംഗ് ഓപ്ഷൻസ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ സെലക്ട് ചെയ്യാം വേരിയസ് ഫാക്ടേഴ്സ് ലൈക്ക് ലൊക്കേഷൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അവരുടെ ജെൻഡറിൻ്റെ മുകളിൽ, എന്തൊക്കെയാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതിൻ്റെ മുകളിൽ, ബ്രൗസിങ് ബിഹേവിയർ എന്താണെന്നുള്ളതിൻ്റെ മുകളിൽ, ഡെമോഗ്രാഫിക്സിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് ആഡ്സ് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയൽ ഓഡിയൻസിലേക്ക് എത്താനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആഡ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ബിഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എത്ര എമൗണ്ടാണ് നിങ്ങളൊരു ക്ലിക്കിന് പേ ചെയ്യാനായിട്ട് വില്ലിംഗ് ആണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാനുവൽ ബിഡിങ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബിഡിങ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ബിഡിങ് സ്ട്രാറ്റജീസ് നിങ്ങൾ ഏത് അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മേ ബി നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റു ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബിഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഒബ്വിയസ്ലി PPC ആഡ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആഡ്സ് പ്രോപ്പറായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സോ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോമിൻ്റെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള അനലിറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഡ് എങ്ങനെ പെർഫോം ആയി, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് CTR നോക്കാം, ക്ലിക്ക് ത്രൂ റേറ്റ് എത്ര വന്നു എന്നുള്ളത്, കൺവേർഷൻ റേറ്റ് എത്രയാണെന്നുള്ളത്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ കാണാനായിട്ട് സാധിക്കും.